1872 ജനിച്ചു. 1932 മരണപ്പെട്ടു. ഷാഇറുൻ നൈൽ, ഷാഇർ ഷുഅബ്, ഷാഇറുൽ മുജ്തമഅ, ഷാഇറു സിയാസ, ഷാഇറുൽ ഹദസ്, ഷാഇറുൽ ഖൗമിയ്യൽ മിസ്രിയ. ഉലിദത് ദൈറൂത്ത്. 1872 ദൈറൂത്തിലാണ് ജനിച്ചത്. ഇനി പറയുന്നു, അദ്ദേഹം നൈൽ നദിയുടെ തീരത്തുള്ള ഒരു കപ്പലിൽ ആണ് ജനിച്ചത്. അതുകൊണ്ടാണ് ഷാഇറുൻ നൈൽ എന്ന പേര് വന്നത്. ഉപ്പ മിസ്രിയാണ്, ഉമ്മ തുർക്കിയാണ്. ഉപ്പയുടെ ജോലി കപ്പൽ ജോലിക്കാരനായിരുന്നു. കപ്പലിൻ്റെ പേര് ദഹബിയ. അദ്ദേഹം കപ്പലിൻ്റെ നൈൽ നദിയിൽ നിർത്തിയിടുന്ന അതിലൊരു കപ്പൽ എഞ്ചിനീയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പലിലാണ് അദ്ദേഹം ജനിച്ചത്. ദഹബിയ എന്ന പേര് ഓർക്കുക കേട്ടോ. അബു ഇബ്രാഹിം ഫഹ്മി എന്നാണ് ഉപ്പയുടെ പേര്. ഉമ്മയുടെ പേര് ഹാനിം ബിൻത്ത് അഹമ്മദ്. തുർക്കിക്കാരിയാണ്. ചില പേരുകൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടി വരും. ഹാനിം ബിൻത്ത് അഹമ്മദ് ആരുടെ ഉമ്മയാണെന്നൊക്കെ ചോദിച്ചാൽ ആഫിദ് ഇബ്രാഹിം. ഓക്കെ. അങ്ങനെ ഉപ്പ തൻ്റെ 2-4 വയസ്സിൽ ഉപ്പ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഉമ്മയോട് കൂടെ കൈറോയിലേക്ക് പോകുന്നു. ഖാല് ഉമ്മയുടെ അനിയൻ കഫാലത്ത് ഏറ്റെടുക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ പ്രാഥമിക പഠനം തൊൻതയിലും കാഹിറയിലൊക്കെയായി ഇങ്ങനെ നീങ്ങി. തൊൻതയിലെത്തിയപ്പോൾ ഖാലിൻ്റെ കൂടെ, അമ്മാവൻ്റെ കൂടെയുള്ള ജീവിതം പ്രയാസകരമായപ്പോൾ ഒരു ചെറിയ കത്തെഴുതി അവിടുന്ന് നാട് വിടുന്നു. സക്കൽത്തു അലൈക്കും ഉന്നതി, എൻ്റെ ചിലവ് നിങ്ങൾക്ക് ഭാരമാണെന്നറിയാം, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, നിങ്ങൾ സന്തോഷിച്ചോളൂ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയൊരു കവിത ഫേമസ് ആണ്. ഓർക്കുന്നത് ആഫിദ് ഇബ്രാഹിം അമ്മാവൻ്റെ കൂടെയുള്ള ജീവിത ചെലവ് ഭാരമായി അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ എഴുതി അവിടുന്ന് നാട് വിട്ട കവിതയാണ് എന്ന് ഇത് കാണുമ്പോൾ ഓർമ്മ വേണം. ഇനി ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അബുഷാദിയുടെ ലോ കോളേജ് അഡ്വക്കേറ്റായിട്ട് ഇദ്ദേഹം പോയി. പിന്നെ 1858 മദ്രസത്തുൽ ഹർബിയിലേക്ക് ചേർന്നു. അവിടുന്ന് 891 പുറത്തിറങ്ങി. മിസ്രിലെ സൈന്യത്തോടു കൂടെ അവിടുന്ന് ഉദ്യോഗസ്ഥനായിട്ട് 1906 വിവാഹം ചെയ്തു. 4 മാസമേ ബന്ധം തുടർന്നുള്ളൂ. മദ്രസത്തുൽ ബഹ്സ് വൽ ഇയാഇൻ്റെ ആളാണ് എന്ന് ഓർമ്മ വേണം. ഒരുപാട് ധർമ്മിഷ്ഠനായിരുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും വല്ലാതെ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. 1932 മരണപ്പെട്ടത് എന്ന് ഓർക്കുക. പിന്നെ 60 വയസ്സായിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ്, അഹമ്മദ് ഷൗക്കി ആഫിദ് ഇബ്രാഹിമിൻ്റെ മരണത്തെക്കുറിച്ചിട്ട് റസാഖ് പാടിയിട്ടുണ്ട്. താഹുസേനൊക്കെ അദ്ദേഹത്തെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കുക. അഹമ്മദ് അമീൻ പറഞ്ഞൊരു പോയിൻ്റ്, ഇദ്ദേഹം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന പൂക്കളെ തേടി തേനീച്ചകൾ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോകുന്നത് പോലെ അങ്ങനെ നീങ്ങുന്ന ഒരു പ്രകൃതിക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷിയറുകൾ 3 കിസ്മാണ് എന്ന് പറയുന്നു. പിന്നെ അക്കാദടക്കം എല്ലാവരും മൂപ്പരെ മദ്ഹ് പാടിയിട്ടുണ്ട്. മാസിനി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഷിയറു ആഫിദ് ഇബ്രാഹിം എന്ന് പറയുന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അറബി ഭാഷ അത്ര ബഹുമാനിച്ചൊരു വ്യക്തിയാണ്. റജഅതു ലിനഫ്സി ഫത്തഹംതു ഹിസാത്തി എന്ന് അറബി ഭാഷയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അൽ ഉമ്മ മദ്രസത്തുൻ, സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസം കൊടുത്ത് പരിപാലിക്കേണ്ടതിനെക്കുറിച്ച് അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്. ഫേമസ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മതി. അൽ മോജസ് ഫി ഇൽമുൽ ഇഖ്തിസാദ് ഖലീൽ മിത്രാൻ്റെ കൂടെ എഴുതിയതാണ്. 5 ജുസ് ആണെന്ന് ഓർക്കുക. ദീവാന് 3 ജുസ്, ഹാലത്തുൽ അറബിയ ഇത് 3 വളരെ പ്രധാനപ്പെട്ടതാണ്. ദാനിഷവായി ചോദിക്കാറുണ്ട്. അതിൻ്റെ തുടക്കം അയ്യുഹൽ ഖായിമൂൻ എന്നാണ്. ഖസീദുൽ ഉംരിയ ഉമർ റളിയല്ലാഹു അൻഹു മദ്ഹ് ചെയ്ത് എഴുതിയ ഖസീദുൽ ഉംരിയ ഫേമസ്. വളരെ പ്രധാന ഒരു ഗ്രന്ഥമാണ് ലയാലി സത്യഹ്. വളരെ പ്രധാനപ്പെട്ട 1908 നഖദുൽ ഇജ്തിമാഇയാണ് വളരെ പ്രധാനപ്പെട്ട. മിസ്റുൻ തതകല്ലം നഫ്സിയ ബൗസാ മാക്ബത്ത് ഇതൊക്കെ പഠിക്കേണ്ട ഗ്രന്ഥമാണ്. ശുക്രൻ ലിസ്തിമായിക്കും. കൂടുതൽ പോയിന്റുകൾ കണ്ടെത്തി ഗ്രൂപ്പിൽ അയക്കുക. ഓക്കെ.